ഡോക്ടർ ഹാരിസിൻ്റെ ഒരു സത്യസന്ധമായിട്ടുള്ള നിലപാട്, വളരെ ധീരമായുള്ള നിലപാട്, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഈ 3 ലക്ഷം ശമ്പളം വാങ്ങിയിട്ട് മറ്റെല്ലാ ഡോക്ടർമാരും നിൽക്കുന്ന പോലെ അവിടെ നിൽക്കാമായിരുന്നു. നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, ഇന്നിപ്പോൾ UDF-ഉം BJP-യും വലിയ പ്രതിഷേധ സമരത്തിലേക്ക് പോയി, നമ്മളടക്കമുള്ള മാധ്യമങ്ങളെല്ലാം വലിയ വാർത്തകൾ കൊടുത്തു. ഈ പ്രശ്നം അവിടെ ഉണ്ട് എന്നത് ഒരു പ്രതിപക്ഷ പാർട്ടിയോ ഒരു മാധ്യമപ്രവർത്തകനോ അല്ല പുറത്തേക്ക് കൊണ്ടത്. ഒരു വിസിൽ ബ്ലോവറായിട്ട് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം അത് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പിന്നാലെ വന്നിട്ട് വലിയ സമരങ്ങൾ നടത്തുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖല ആകപ്പാടെ കുഴപ്പമാണെന്ന് പറയുകയാണ് UDF ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അത് അത്ഭുതമൊന്നുമില്ല അതിനകത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇലക്ഷൻ ഇയറിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ വരുമ്പോൾ UDF-ഉം മറ്റ് പ്രതിപക്ഷ കക്ഷികളും BJP-യും ഒക്കെ അത്ര ശക്തമായിട്ടുള്ള സമരവുമായിട്ട് വരേണ്ടതാണ്. കാരണം സംസ്ഥാനത്ത് ആരോഗ്യ മേഖല, അതും ഈ പറയുന്ന പൊതുജനാരോഗ്യ മേഖല, നമ്മുടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഇത്ര ഒരു ആവശ്യം ഉണ്ടായി, ഇത്ര പ്രശ്നം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും UDF-കാർ വരേണ്ടതാണ്. പക്ഷേ ഈ ടോട്ടൽ എപ്പിസോഡ് നമ്മൾ പഠിക്കേണ്ടത് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്കകത്ത് നമ്മൾ നമ്പർ 1 ആണ്. നമ്പർ 1 ആണെന്ന് വെച്ചാൽ എന്താണ് ഹർഷ? അതായത് നമ്പർ 1 ആണെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ ആളില്ല എന്നേ ഉള്ളൂ, അല്ലാതെ നമ്മൾ പെർഫെക്റ്റ് ആണെന്നല്ല അർത്ഥം. നമ്പർ 1 എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിലെ ഒരു കുട്ടി മറ്റുള്ളവരെക്കാൾ നമ്പർ 1 ആണ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ആ കുട്ടി പെർഫെക്റ്റ് ആണ് എന്ന അർത്ഥം അതിനില്ല, നിശ്ചയമായിട്ടും ഇല്ല. ഒരുപക്ഷെ ആ കുട്ടി 99 98 മാർക്കായിരിക്കും നേടുന്നുണ്ടാവുക, 100 കംപ്ലീറ്റ് ആയിട്ട് നേടുന്നുണ്ടാവില്ല എന്ന് വെച്ച് അയാൾ ആകപ്പാടെ കുഴപ്പമാണെന്ന് പറയരുത്. കേരളം നമ്പർ 1 ആണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിനകത്ത് നല്ല സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇതിനകത്ത് 1-2 മാർക്ക് കുറയുമ്പോൾ അത് അപ്പോൾ തന്നെ പരിഹരിച്ചു പോകുന്ന ഒരു സംവിധാനം ഉണ്ട് എന്ന് സംസ്ഥാന സർക്കാർ ഇതിലൂടെ തെളിയിച്ചു. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായാൽ ഉടൻ തന്നെ സമരം ചെയ്ത് പ്രൊട്ടസ്റ്റിലേക്ക് പോകുന്ന കാര്യമുണ്ട് എന്ന് UDF-ഉം BJP-യും തെളിയിച്ചു. ഹാരിസ് ഡോക്ടറെ പോലെ നല്ല ആത്മാർത്ഥതയും സത്യസന്ധതയുള്ള ആൾ നമുക്കുണ്ട് എന്ന ആത്മവിശ്വാസം നമുക്കുണ്ടാക്കി തന്നു.